കമൽഹാസനും അജിത്തും സത്യരാജും ഒക്കെ പോരാടിയ ഒരു ബോക്സ് ഓഫീസ് സീസൺ 2002 പൊങ്കൽ സീസൺ. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2002 പൊങ്കലിന് ഏകദേശം 6ഓളം പ്രധാനപ്പെട്ട സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. അതിലൊന്ന് കമൽഹാസന്റെ പമ്മൽ കെ സംബന്ധം, മറ്റൊന്ന് അഴകി പാർത്ഥിബനൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്, പിന്നെ അജിത്തിന്റെ റെഡ്, പിന്നെ പുന്നഗൈ ദേശം, പിന്നെ അല്ലി അർജുന, പിന്നെ വിവരമാണ് ആള്. ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും അന്ന് തിയേറ്ററിലെത്തിയിരുന്നത്. ഇതിലെ പമ്മൽ കെ സംബന്ധം, അതിന്റെ സംവിധായകൻ മൗലി, അതിന്റെ റൈറ്റർ ക്രേസി മോഹൻ. ക്രേസി മോഹൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കമൽഹാസന്റെ കുറെ കോമഡി സിനിമകളാണ് വരുന്നത്. കമൽഹാസന്റെ ഒരു വളരെ സ്വന്തം ആള് തന്നെയാണ് ക്രേസി മോഹൻ. ഈ ഒരു സിനിമയിൽ കമൽഹാസനും അബ്ബാസ്, അതുപോലെ സ്നേഹ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ആ ഒരു സിനിമയിൽ. അന്ന് കമൽഹാസന്റെ കുറച്ചൊരു നല്ല അത്യാവശ്യം ഹിറ്റായിട്ടുള്ള സിനിമകൾ 2000-ലാണ് നമ്മൾ തെനാലി ഇറങ്ങുന്നത്. പിന്നെ 2000 അതിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ട്. ഹേറാം പോലത്തെ നല്ല സിനിമകളാണ്, പക്ഷെ പരാജയപ്പെട്ട കുറച്ച് സിനിമകളും കമൽഹാസൻ്റെതായിട്ട് ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ 2002 ഈ പറഞ്ഞ പമ്മൽ കെ സംബന്ധം ഇറങ്ങുന്നു. അതേ വർഷം തന്നെയാണ് പിന്നീട് പഞ്ചാന്തറൊക്കെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നളദമയന്തി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി. അദ്ദേഹം എപ്പോഴും നമുക്കറിയാം കമൽഹാസൻ പരീക്ഷണങ്ങളും ചെയ്യും, ഇടയ്ക്ക് കമേഴ്ഷ്യൽ വിജയങ്ങളും ഉണ്ടാവും അതിന്റെ കൂടെ. എന്തായാലും ഈ ഒരു സിനിമയിൽ അബ്ബാസ് ഇതിലൊരു നല്ലൊരു റോള് തന്നെയാണ്, ഒരു സപ്പോർട്ടിങ്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടതാണ്, പക്ഷെ അതിൽ ഒരു സപ്പോർട്ടിങ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ അബ്ബാസിന്റെ ഒരു ഇന്റർവ്യൂ കുറെ നാളുകൾക്ക് മുമ്പ് അത് കണ്ടിരുന്നു. അദ്ദേഹം കുറെ നാളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ശരിക്കും അഭിനയത്തിൽ സജീവമല്ല, വല്ലപ്പോഴേക്ക് നമ്മൾ കാണാറുള്ളൂ. അപ്പൊ അബ്ബാസും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്റ്റാർഡത്തിലേക്ക് അന്ന് പോയി, കാതൽ ദേശം കഴിഞ്ഞ് ഒരു വലിയൊരു സ്റ്റാർഡം കിട്ടുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മാനേജറുടെ പല മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ്സ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പക്വതയില്ലായ്മയോ കുറെ നല്ല സിനിമകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കാതലിക്ക് മര്യാദ, പിന്നീട് വിജയ് ചെയ്തത്, അനീതി പ്രാവിന്റെ റീമേക്ക്, ജീൻസ് സിനിമ. ഇതൊക്കെ അദ്ദേഹത്തിന് അന്ന് നഷ്ടപ്പെട്ട സിനിമകളാണ് പല കാരണങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് ഒന്ന് തിരിച്ച് വന്ന ഒരു, അല്ലെങ്കിൽ അദ്ദേഹം സപ്പോർട്ടിങ് റോളുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, പമ്മൽ കെ സംബന്ധം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഇതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഒരു ആക്ടറാണ് എന്നുള്ള രീതിയിൽ കുറച്ച് വിഷമമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം അതൊക്കെ ചെയ്ത് തുടങ്ങിയ ഒരു സമയമായിരുന്നു. പക്ഷെ പിന്നീട് അധികകാലം അദ്ദേഹത്തിന് അങ്ങനെ സിനിമകളൊന്നും അധികം ലഭിച്ചില്ല. എനിക്കൊണ്ട് 2008 കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതൊക്കെ സിനിമയൊക്കെ നിർത്തി വിദേശത്തേക്ക് പോയി. എനിക്കൊണ്ട് ഇപ്പൊ അദ്ദേഹം ന്യൂസിലൻഡിലാണ് അതേപോലെ സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ അന്ന് നല്ല ഒരു അത്യാവശ്യം ഒരു കോമഡി ട്രാക്കിലൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. രസകരമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ അക്ഷയ് കുമാർ ഇന്ത്യയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ട്. കമ്പക് ഇഷ്ക് എന്നായിരുന്നു സിനിമയുടെ പേര്. ഞാൻ കമ്പക് ഇഷ്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. പിന്നെ മറ്റൊരു സിനിമ അല്ലി അർജുന എന്ന സിനിമയാണ്. അല്ലി അർജുന ശരൺ എന്ന ഡയറക്ടർ, പിന്നീട് ജമിനിയൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഒരുപാട് ഹിറ്റുകളുണ്ട്, ഇന്നത്ര സജീവമല്ല അദ്ദേഹം. ഇതിലെ നായകൻ മനോജ് ഭാരതിരാജയായിരുന്നു. ഭാരതിരാജയുടെ മകൻ. താജ്മഹൽ എന്ന സിനിമയിലൂടെയാണ് മനോജ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയി. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ആ സിനിമയും അന്ന് അതിൻ്റെ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സിനിമ അന്ന് അത്യാവശ്യം കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ അഴകി, തങ്കർ ബച്ചൻ എന്ന സംവിധായകൻ. അദ്ദേഹം അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സംവിധായകനല്ല. നരേനെ വെച്ചിട്ടൊക്കെ പള്ളിക്കൂടം എന്നൊരു സിനിമയൊക്കെ പിന്നീട് കണ്ടു. എനിക്കൊണ്ട് തങ്കർ ബച്ചന്റെ പള്ളിക്കൂടം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന് ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ട്, നരേൻ്റെ ഇറങ്ങുന്ന ഒരു സിനിമ എന്ന രീതിയിൽ അന്ന് DVD ഒക്കെ എടുത്തിട്ട് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് തങ്കർ ബച്ചനിൽ ഈ സിനിമയിൽ അഴകിയിൽ പാർത്ഥിബനും അതുപോലെ തന്നെ നന്ദിതദാസുമാണ് പ്രധാന കഥാപാത്രം. പിന്നെ ദേവയാനി ഉണ്ട്, വിവേക് ഉണ്ട്. ഇത്രയും പേരാണ് അതിൽ. അതൊരു ഓഫ് ബീറ്റ് അങ്ങനത്തെ ഒരു പക്ക കമേഴ്ഷ്യൽ അല്ല, ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ പുന്നഗൈ ദേശം RB ചൗധരിയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. K ഷാജഹാൻ എന്ന ഡയറക്ടറാണ്. അതിൽ തരുണാണ് പ്രധാന നായകൻ. തരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിരത്നത്തിന്റെ അഞ്ജലി എന്ന സിനിമയിൽ, മലയാളത്തിലെ മൈ ഡിയർ മുത്തശ്ശൻ പോലത്തെ കുറച്ച് സിനിമകളിലൊക്കെ ബാലതാരമായിട്ട് വന്ന ചെമ്പരത്തി ശോഭന എന്നറിയപ്പെടുന്ന നടിയുടെ മകനാണ്. പിന്നീട് ഒരു നായകനായിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ. ഇന്ന് പക്ഷെ അദ്ദേഹം സജീവമല്ല സിനിമയിൽ. കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ഒരു സിനിമയൊക്കെ തിയേറ്ററിൽ എത്തിയിട്ട്. ഒരു കാലത്ത് ആ 2002-2005 ഒരു കാലഘട്ടങ്ങളിൽ മുന്നേറിലുണ്ടായിരുന്നതാണ് തരുൺ. ഈ ഒരു സിനിമയും അന്ന് കേരളത്തിലും അന്ന് റിലീസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, ഈ പുന്നഗൈ ദേശം.
പിന്നെയാണ് അജിത്തിന്റെ റെഡ് എന്ന സിനിമ. ഈ ഒരു സിനിമ അന്ന് പ്രിയാഗിലാണ് നായിക, പിന്നെ രഘുവരനുണ്ട്. റെഡും കേരളത്തിൽ ഒരു അത്യാവശ്യം റിലീസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അജിത്തിന്റെ സിനിമകളും വിജയുടെ സിനിമയെക്കാട്ടും ഒരു പടിക്ക് മുകളിലായിരുന്നു അന്ന് അജിത്തിന് ഇവിടെ താരമൂല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അജിത്ത് വിജയുടെ സിനിമകളെക്കാട്ടും കൂടുതൽ അജിത്തിന്റെ സിനിമകൾക്കൊക്കെ ഇവിടെ റിലീസൊക്കെ കിട്ടിയിരുന്നു. പിന്നെ വിവരമാണ് ആളെന്ന് പറയുന്നത് കെ സെൽവഭാരതി എന്ന് പറയുന്ന ഡയറക്ടർ, പ്രിയമാണവളെ പോലത്തെ ഹിറ്റ് സിനിമയൊക്കെ ഒന്ന് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം സത്യരാജും വിവേകും ദേവയാനിയൊക്കെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും ആ ഒരു ഇതിലിറങ്ങി ആ ഒരു പൊങ്കൽ സീസണിൽ തിയേറ്ററിൽ എത്തിയത്. ഇതിൽ പമ്മൽ കെ സംബന്ധം തന്നെയായിരുന്നു അന്നത്തെ വിന്നർ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഹിറ്റ് തന്നെയായിരുന്നു. ആ വർഷത്തെ ടോപ്പ് 10 സിനിമകളിൽ ഒരു സിനിമയും തന്നെയായിരുന്നു പമ്മൽ കെ സംബന്ധം. എനിക്ക് തോന്നുന്നു 2002 ടോപ്പ് സിനിമ ബാബയാണ് കളക്ഷൻ വൈസ്, ഗ്രോസ് കളക്ഷൻ. പക്ഷെ അന്ന് നഷ്ടമായിരുന്നു ബാബ. രണ്ടാം സ്ഥാനം ഗ്രോസ് കളക്ഷനിൽ ജെമിനി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പമ്മൽ കെ സംബന്ധവും അത്യാവശ്യം അന്നത്തെ ഒരു ടോപ്പ് 10 ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ റെഡ് അന്ന് പരാജയമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അജിത് ഫാൻസ് ഒക്കെ അന്നതൊരു വിജയാഘോഷമൊക്കെ നടത്തിയെങ്കിൽ പോലും പിന്നീട് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, ആ സിനിമയ്ക്ക് ഏകദേശം 4 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളത്. എക്സാക്ട് എൻ്റെ കണക്കും കാര്യങ്ങളും എനിക്ക് അറിയില്ല. പിന്നെ ബാക്കിയുള്ള സിനിമയിൽ അഴകി അന്നൊരു ഓഫ് ബീറ്റ് ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. അതിന് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡ്സും അതിനെ കുറച്ച് അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പുന്നകേ ദേശം അന്ന് ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അന്ന് അദ്ദേഹത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഹിറ്റ്. അന്ന് 75 ദിവസമൊക്കെ അന്ന് തമിഴ്നാട്ടിൽ ഏകദേശം അത്യാവശ്യം നന്നായി നല്ല എ സെന്റേഴ്സിലേക്ക് ഓടിയിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ വിവരമാണ് ആളും അല്ലി അർജുന അത് ഇത് രണ്ടിന്റെയും കളക്ഷന്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. പിന്നെ സത്യരാജന്റെ സിനിമകളൊക്കെ അന്ന് ഒരു ബി ക്ലാസ് സി ക്ലാസ്സിലൊക്കെ ഓഡിയൻസിലേക്ക് ഇടയിലൊക്കെ തിരക്കടില്ലാതെ ഓടുന്നതുകൊണ്ട് അങ്ങനെ നഷ്ടമൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് തോന്നുന്നു. എങ്കിൽ പോലും എന്തായാലും 2002 പൊങ്കൽ സീസൺ വിന്നർ എന്ന് പറയുന്നത് കമലഹാസൻ തന്നെയാണ്, പമ്മൽ കെ സംബന്ധം തന്നെയാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ്. അതിൽ പമ്മൽ കെ സംബന്ധവും റെഡും പണ്ട് ഞാൻ DVD എടുത്ത് ഈ 2 സിനിമകൾ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി എനിക്ക്. അതുകൊണ്ട് തന്നെ കഥയും കാര്യങ്ങളൊക്കെ മറന്നുപോയി. നിങ്ങൾ എന്തായാലും അന്ന് തിയേറ്റേഴ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ റെഡും പമ്മൽ കെ സംബന്ധവും കേരളത്തിലെ തിയേറ്ററിൽ ഇറങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പുന്നകേ ദേശത്തിൻ്റെയും ഒരു പോസ്റ്ററൊക്കെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ബാക്കി സിനിമകളൊന്നും എനിക്ക് ഓർമ്മയില്ല കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും അന്ന് തിയേറ്ററിൽ കണ്ടതോ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ റിലീസായ കുറിച്ചുള്ള കഥകളൊക്കെ അറിയുമെങ്കിൽ ആ ഓർമ്മകളൊക്കെ നമുക്ക് കമന്റ് ചെയ്യുക.